സുഹൃത്തെ, ഒരു നിമിഷം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് 5045 ഗിയർ പ്രോ 2 വീൽ ഡ്രൈവിനെ കുറിച്ചാണ്. ഇതിന്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിലിണ്ടർ തന്നെയാണ് എല്ലാ വണ്ടിയിലും വരുന്ന സാധാരണ അതേ ലെവൽ തന്നെയാണ്. 2900 cc ആണ് വരുന്നത്. 5045 വണ്ടി വരുന്നെങ്കിലും ഹോഴ്സ് പവർ വന്നിട്ട് 5046. മറ്റുള്ള ഡിഫൻസ് എന്ന് പറയുന്നത് ഇതിൽ സർവീസ് കാര്യങ്ങളൊക്കെ മണിക്കൂറുകൾ കൂടുതലാണ്. 500 മണിക്കൂറിലാണ് നമുക്ക് സർവീസ് വരുന്നത്. നോർമലി 100 മണിക്കൂറിൽ ഫസ്റ്റ് സർവീസ് വരും. അത് കഴിഞ്ഞ് വരുന്നതെല്ലാം 500 മണിക്കൂർ ഗ്യാപ്പിലാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമറിന് അതൊരു ലാഭമാണ്. ഇഞ്ചൻ സൈഡ് വന്നിട്ട് മറ്റുള്ള ഭാഗങ്ങളെല്ലാം ആ കമ്പനി വരെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതെല്ലാം സൂപ്പറായിട്ട് അതേ ലെവൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി മൈലേജ് കൂടുതലാണ് ഈ വണ്ടിയിൽ. ഇതിൻ്റെ എഞ്ചിൻ ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എഞ്ചിൻ ഓയിൽ വന്നിട്ട് നമ്മുടെ 50+ ഓയിലാണ് വരുന്നത്. കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് 500 മണിക്കൂർ സർവീസ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഫിൽറ്റർ വന്നിട്ട് ഡിഫൻസ് ഉണ്ട്. സാധാരണ വണ്ടിയിൽ വരുന്ന ഫിൽറ്റർ അല്ല അത് മാറ്റമുണ്ട്. കുറച്ചും കൂടി ഹെവി ക്വാളിറ്റിയാണ് ഇട്ടിരിക്കുന്നതിൽ. പിന്നെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ള വണ്ടികളുടെ മാതിരിയല്ല ജോൺ ഡിയർ. ഗിയർ ബോക്സിൽ ഓയിൽ തന്നെയാണ്. പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നതും അതേ ഗിയർ ഓയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗിയറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഉള്ള വണ്ടികളിൽ വന്നിട്ട് ഇത് നമുക്ക് 8 ഗിയറാണ് ഫോർവേഡ് വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ വന്നിട്ട് ഇത് 12 ഫോർവേഡ് വരുന്നുണ്ട്, 4 റിവേഴ്സും വരുന്നുണ്ട്. ഇതിൽ ABCD എന്നൊരു സിസ്റ്റം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഗിയർ അഡീഷണൽ വന്നതുകൊണ്ട് മാത്രം അതിൻ്റെ ഒരു മൈലേജ് കുറച്ചും കൂടി കൂടുതൽ കിട്ടാനുള്ള ചാൻസ് അതാണ് ഏറ്റവും കൂടുതൽ. മറ്റുള്ള വണ്ടികളിൽ വെച്ചിട്ട് വ്യത്യാസം അതാണ്. ഇതിൽ പവർഫുള്ളായിട്ട് മൈലേജ് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മനസ്സിലായില്ലേ? നേരത്തെ ഉള്ള PT ലിവർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇടാൻ ഭയങ്കര പ്രയാസമാണ് ഡ്രൈവർമാർക്ക്. ഇത് കുറച്ചും കൂടി അസാനായിട്ട് ഫ്രീ ആയിട്ട് ഇടാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ലിഫ്റ്റിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലിഫ്റ്റിങ്ങിന് പറഞ്ഞാൽ അതിൻ്റെ ഇത് കപ്പാസിറ്റി കൂടുതലാണ്. നേരത്തുള്ള വണ്ടിയിലൊക്കെ വെച്ചിട്ട് ഇതിൽ 1600 ഗേജ് വരെ പൊക്കാനുള്ള കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആം വന്നിട്ട് ഹെവി സിസ്റ്റമാണ്. 5310 ഹെവി സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത്ര ഹെവി സിസ്റ്റമാണെങ്കിലും പൊക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ് ബാക്കിൽ കൈ കൊടുത്തിരിക്കുന്നത് രണ്ടും. പിന്നെ അതിൻ്റെ നേരെ മുകൾ വശത്തേക്ക് വരികയാണെങ്കിൽ ഡീസൽ ടാങ്കാണ്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ് നമ്മുടെ ഡീസൽ ടാങ്ക് എത്രയാണ് എന്നുള്ളത്, അളവ് എത്രയാണെന്നുള്ളത്. പക്ഷേ ഇതിൽ വന്നിട്ട് കമ്പനി കൊടുത്തിരിക്കുന്ന 60 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡീസൽ ടാങ്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് നേരെ മുകളിൽ വരികയാണെങ്കിൽ ടൂൾസ് ബോക്സ് വന്നിട്ട് ഫൈബറിൻ്റെ നല്ല ക്വാളിറ്റി സിസ്റ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യത്തെ തുരുമ്പ് പിടിക്കുന്നുള്ള ടെൻഷൻ വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.